Welcome back to the learning series of ICT Concepts, episode number 2. ICTയുടെ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തവർക്കറിയാം ഏകദേശം 100-ലധികം തിയറീസ് മൈക്കിൾ ഹഡിൽസൺ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു ഇൻട്രാഡേ ഒരു സ്വിംഗ് ട്രേഡറിന് അത്രയും തിയറികളുടെ ആവശ്യമുണ്ടോ? ടു ബി ഹോണസ്റ്റ്, നോ, നമുക്ക് അത്രയും തിയറികളുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് ICT യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തുകൊണ്ട് ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ചില ഹാൻഡ് പിക്ക് തിയറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഹാൻഡ് പിക്ക് തിയറീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് മലയാളത്തിൽ നമ്മൾ പരമാവധി സമയം ചുരുക്കിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT കിൽ സോൺസിനെ പറ്റിയാണ്. എന്താണ് കിൽ സോൺ? എന്താണ് അതിന്റെ ബേസിക് ഐഡിയ? അത് മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഒരു പെയറിൽ വോളിയം കയറാൻ ചാൻസ് ഉള്ള ഒരു ടൈം പീരീഡ്. മോസ്റ്റ് ലൈക്ലി കിൽ സോൺസ് വരുന്നത് ഒരു 3 to 4 hours ടൈം പീരീഡിലായിരിക്കും. ആകെ മൊത്തം 4 കിൽ സോൺസ് ആണ് നമുക്കുള്ളത്: ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് ആൻഡ് ഫൈനലി ലണ്ടൻ ക്ലോസ്. ഈ പറഞ്ഞ ഓരോ 4 സെഷൻസിലും അതിൻ്റെതായ കറൻസി പേഴ്സിൽ വോളിയം കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ലണ്ടൻ സെഷൻ ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ വരുന്നത് മോർണിംഗ് 11:30 to 2:30 PM ആണ്. ഈ ഒരു ടൈം പീരീഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പേയേഴ്സ് യൂറോ ആൻഡ് GBP കോറിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതൊക്കെ പേയേഴ്സ് ഉണ്ടോ അതെല്ലാം ലണ്ടൻ സെഷനിൽ നമുക്ക് ട്രേഡബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, യൂറോ USD, GBP USD, യൂറോ GBP എക്സെട്ര. അതുപോലെ തന്നെ ടോക്കിയോ സെഷൻ, ഏഷ്യൻ സെഷനിൽ വോളിയം കൂടാൻ ചാൻസ് ഉള്ള കറൻസി പേഴ്സ് ഏതൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ആ ലോജിക് വെച്ചൊന്ന് ആലോചിക്കുക. ടോക്കിയോ ജപ്പാനിലാണ്. അപ്പോൾ JPY കോറിലേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സ് ഏതൊക്കെയായിരിക്കും? അതൊക്കെയായിരിക്കും ടോക്കിയോ സെഷനിൽ വോളിയം കൂടാൻ ചാൻസ്, ലൈക്ക് USD JPY, GBP JPY, അങ്ങനെയുള്ള പേഴ്സ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ന്യൂയോർക്ക് സെഷനിൽ ഏറ്റവും കൂടുതൽ വോളിയം കയറാൻ ചാൻസ് ഉള്ളതും മൊമെന്റം കയറാൻ ചാൻസ് ഉള്ള പേഴ്സ് USD റിലേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സ് ആണ്, ലൈക്ക് യൂറോ USD, GBP USD ആൻഡ് മൈ ഫേവറേറ്റ് XAU USD അഥവാ ഗോൾഡ്. ഇതുപോലെയുള്ള പേഴ്സ് ആണ് ന്യൂയോർക്ക് ടൈമിൽ ഏറ്റവും കൂടുതൽ വോളിയം കയറുന്നതും മൊമെന്റം കിട്ടുന്നതായിട്ടുള്ള കറൻസി പേഴ്സ്. ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ ന്യൂയോർക്ക് കിൽ സോൺ വരുന്നത് ഈവനിങ് 4:30 to 7:30 PM ആൻഡ് ഫൈനലി ലണ്ടൻ ക്ലോസ് കിൽ സോൺ, അതായത് ലണ്ടൻ മാർക്കറ്റിന്റെ ക്ലോസിംഗ് ടൈം പീരീഡ്, അത് വരുന്നത് ഈവനിങ് 7:30 to 9:30 ടൈം പീരീഡിലായിരിക്കും. ആൻഡ് ഫൈനലി ഫോറക്സ് മാർക്കറ്റിൽ ഡേ ലൈറ്റ് സേവിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡേ ലൈറ്റ് സേവിങ്ങിന്റെ ടൈം വരുന്നത് മാർച്ച് ടു നവംബർ ആൻഡ് നവംബർ ടു മാർച്ച് ആണ്. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ്ങിനനുസരിച്ച് ഈ കിൽ സോണിന്റെ ടൈമിങ്ങിലും ചെറിയ വേരിയേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ്ങിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇത്ര നേരം ഇവിടെ ഡിസ്കസ് ചെയ്തത് ICT കിൽ സോൺ ഇന്ത്യൻ ടൈമിലാണ്. ആക്ച്വലി ICT നമുക്ക് കിൽ സോണെ പറ്റി പഠിപ്പിക്കുന്നത് ന്യൂയോർക്ക് ടൈമിലാണ്. നമ്മൾ ഇനി മുതൽ സംസാരിക്കാൻ പോകുന്നതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ന്യൂയോർക്ക് ടൈമിൽ വേണം, കാരണം അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ICT കിൽ സോൺസിന്റെ ടൈമിംഗ് ന്യൂയോർക്ക് ടൈമിൽ നോക്കാം. ഏഷ്യൻ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മണി തൊട്ട് 12 മണി വരെയാണ് പറയുന്നത് ന്യൂയോർക്കിൽ. ലണ്ടൻ സെഷൻ പറയുകയാണെങ്കിൽ 2 മണി തൊട്ട് 5 മണി വരെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, 2 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈമിൽ രാവിലെ 11:30, 5 മണി എന്ന് പറയുമ്പോൾ ഉച്ചക്ക് 2:30. ഓക്കെ, ന്യൂയോർക്ക് ടൈം പറയുന്നത് 7 മണി തൊട്ട് 10 മണി വരെ. ലണ്ടൻ ക്ലോസ് പറയുന്നത് 10 മണി തൊട്ട് 12 മണി വരെ. നമുക്കിനി ചാർട്സിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ, ആവശ്യം വരും. ചാർട്സിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന UTC-4 ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങളുടെ ചിലപ്പോൾ +530 ആയിരിക്കും കിടക്കുന്നത്. +530 കൊൽക്കത്ത ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി -4 ന്യൂയോർക്കിലേക്ക് മാറ്റുക. ഇനി ICT കൺസെപ്റ്റുകൾ യൂസ് ചെയ്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം സോണിൽ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ തൽക്കാലം ഇത് കളയാം, എങ്ങനെ ഇത് എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് കിൽ സോൺസ് എടുക്കുന്നത്. ഇവിടെ മുകളിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അവിടെ പോയിട്ട് ഏഷ്യൻ റേഞ്ച് ആൻഡ് കിൽ സോൺ സെർച്ച് ചെയ്യുക. അപ്പോൾ NSR ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടും. ഇത് ഇൻഡിക്കേറ്ററിന് പേര് മാത്രമേ ഉള്ളൂ, നമ്മളിത് ഏഷ്യൻ കിൽ സോൺ സ്പോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണിത്. ഓക്കെ, ജസ്റ്റ് ഒരു ട്രേഡിംഗ് ടൂളാണിത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്കിവിടെ വരും. ഓക്കെ, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒബ്ജക്ട്രിയിൽ പോകുമ്പോൾ ഇവിടെ ഏഷ്യൻ റേഞ്ച് ആൻഡ് കിൽ സോൺസ് കാണാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് എടുത്ത്, ഓക്കെ, ഇനി നമുക്ക് സെറ്റിങ്സ് എടുക്കാം. അതിനുശേഷം ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ന്യൂയോർക്ക് ടൈമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 hours, അതായത് 2000 hours റെയിൽവേ ടൈമാണ്. നമ്മളത് ഇതിൽ പറയുമ്പോൾ 8 മണിയാണത്. 8 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഏഷ്യൻ കിൽ സോൺ വരുന്നത്. ആൻഡ് ലണ്ടൻ കിൽ സോൺ വരുന്നത് രാവിലെ 2 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ്. ആ സെറ്റിങ്സ് മാറ്റിയിടുക. അതായത് ഇത് ന്യൂയോർക്ക് ടൈമാണ്.
അവിടുത്തെ രാവിലെ ന്യൂയോർക്കിലെ 2 AM എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ 11:30 AM ആണ്, നമുക്ക് മോർണിംഗ് ആണ്. പിന്നെ ക്ലോസിങ് വരുന്നത് 5 AM ആണ്. ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ 2:30 PM. ആൻഡ് ന്യൂയോർക്ക് സെഷൻ കറക്റ്റായിട്ട് തന്നെ കിടപ്പുണ്ട് 7 AM to 10 AM. ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ 4:30 PM to 7:30 PM. ആൻഡ് ഫൈനലി ലണ്ടൻ ക്ലോസ് കിൽ സോൺ വരുന്നത് 10 AM to 12 ആണ്. ഇവിടെ കിടക്കുന്നത് 1 PM ആണ്, അത് മാറ്റി 12 ആക്കുക. ലണ്ടൻ ക്ലോസ് ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ 7:30 PM to 9:30 PM. ഇതെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഫോൾഡറാണ്, ഈ ഒരു ബോക്സാണ് ഏഷ്യൻ കിൽ സോൺ. നമുക്ക് യൂറോ USD പോലത്തെ ഉള്ള പേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ലിക്വിഡിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കത് എൻ്റയർലി വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് കിൽ സോൺസ് എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഈ ഏഷ്യൻ കിൽ സോൺ കഴിഞ്ഞു. അടുത്തതായിട്ട് ലണ്ടൻ കിൽ സോൺ ഞാനിപ്പോൾ പോയിന്റർ വെച്ചേക്കണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടില്ലേ? ഇവിടെയാണ് കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണി തൊട്ട് 5 മണി വരെ ന്യൂയോർക്ക് ടൈം. അതുപോലെ ന്യൂയോർക്ക് സെഷൻ വരുന്നത് 7 മണി തൊട്ട് 10 മണി വരെ. അതുപോലെ തന്നെ ലണ്ടൻ ക്ലോസ് വരുന്നത് 10 മണി തൊട്ട് 12 മണി വരെ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഡേ ലൈറ്റ് സേവിങ്ങിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതിന് ടൈം പീരീഡ് അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്, നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. സോ വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. ICT കിൽ സോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM വന്ന് ചോദിക്കാൻ മറക്കരുത്. ഉറപ്പായിട്ടും നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ICT ലേണിംഗ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.